നേരം വെളുത്ത വെയിൽ ഉച്ചയിലായി, എന്നിട്ട് കിടക്കണ കണ്ടില്ലേ? എടി പെണ്ണെ, ആ കൊച്ചിന് വേണ്ടാത്ത ശീലങ്ങൾ പഠിപ്പിക്കല്ലേ. എണീറ്റേ. ഈ കൊച്ചു കിടന്ന് കരയണ കണ്ടില്ലേ? എണീക്കില്ലേ? എടി എടി പെണ്ണെ, എണീക്ക്. ആശാനെ, നിങ്ങളുടെ വീട്ടിൽ ഉത്തമി മരിച്ചു. എന്തു പറ്റി? ഒന്നുമില്ല, വല്ല ദുസ്വപ്നവും കണ്ട് പേടിച്ചതായിരിക്കും. മോള് പേടിക്കണ്ട, സാരമില്ല. നമുക്ക് പുറത്ത് പോവാട്ടോ. എത്ര നാളായിടാ ഇന്ന് പറയാൻ നാളെ പറയാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇന്ന് നീ അവളോട് കാര്യം പറയണം, അല്ലെങ്കിൽ അതോടെ തീർന്നു. കോളേജിൽ അവസാന പരീക്ഷയും കഴിഞ്ഞു. തുടർന്ന് പഠിക്കാൻ ആർക്കൊക്കെ കഴിയുന്നൊരു ഉറപ്പില്ല. അതെങ്ങനെയാ? പവിയെ കാണുമ്പോൾ ഇവന്റെ മുട്ടിടിക്കും. ഞാനായിരുന്നെങ്കിലേ എപ്പോഴേ കാര്യം കണ്ടേനെ. ഒന്നും മിണ്ടാതിരിക്കടാ, അവനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ആ അതാ കുഴപ്പം, ഇവനീ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. പറയണെങ്കിലേ ഞാൻ തന്നെ പറയണം. ആ അത് വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. എടാ ഇതാ അവള് വരുന്നുണ്ട്. എന്റെ പൊന്നളിയ, ഇതാണ് ബെസ്റ്റ് ചാൻസ്. ഇത് മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കിട്ടില്ല. പിന്നെ പറയടാ. ഒന്ന് പോടാ. ധൈര്യമായിട്ട് ചെല്ലടാ. വല്ലതും നടന്നാ മതിയായിരുന്നു. കൊളവാക്കുമെന്ന് എന്റെ പേടി. നടന്ന തന്നെ. ആ അബി, എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? ആ കുഴപ്പമില്ല, നന്നായിട്ട് എഴുതാൻ പറ്റി. തുടർന്ന് പഠിക്കുന്നുണ്ടോ? പഠിക്കണം. പിന്നെ ഞാൻ എന്താ? ഒന്നുമില്ല, പവിക്ക് റാങ്ക് ഉണ്ടാവുന്ന എല്ലാവരും പറയണേ. ഓ, റാങ്ക് ഇല്ലെങ്കിലും അത്യാവശ്യം മോശമാവില്ല എന്നൊരു തോന്നലുണ്ട്. ഉണ്ടാവും, ഉണ്ടാവണം. എന്നാ ശരി. ശരി. നശിപ്പിച്ച് കൊളവാക്കിയില്ലടാ. അവള് ചിലതൊക്കെ പ്രതീക്ഷ നിന്നത്. ഇങ്ങനെ പേടിച്ചാ എങ്ങനെയാടാ? നിർത്ത്. എന്താ നീ പറയായിരുന്ന? എടാ, അവളുടെ ആ ചിരിയും മുഖത്തെ സന്തോഷവും, ഞാനത് പറഞ്ഞ അതെല്ലാം ഉള്ള മുഖത്ത് നിന്നുമായി പോട്ടടാ. എല്ലാ ആശകളും നിറവേറില്ലല്ലോ. ചേട്ടാ, ഈ പവിത്രയുടെ വീട് ഇതല്ലേ? ആ അതെ, വേലുവാശന്റെ വീട് ഇത് തന്നെ.
പവിത്ര യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അവളുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ. അവിടെ ഉണ്ടാവൂ. ആശ അവിടെ ഉണ്ടാവും. വാ, വരണം വരണം. ആശാനെ, പവിത്ര കുഞ്ഞിനെ കാണാൻ വന്നവരാ. എന്താ അമ്മേ? എന്താ? കൺഗ്രാറ്റുലേഷൻസ്, മിസ് പവിത്ര യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. ഒരു കൊച്ചു കർഷക ഗ്രാമത്തിൽ ഇന്ന് ആഘോഷങ്ങളുടെ ദിവസമാണ്. എന്തു തോന്നുന്നു? ഒരു മിനിറ്റ്. അച്ഛാ, നന്ദിയുണ്ട് ഒരുപാട് ദൈവത്തിനോട്. ആലംബമില്ലാതെ നടന്ന അമ്മ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ചേർത്ത് പിടിച്ച് ഈ പുണ്യനാട്ടിൽ വന്ന് ഈ മാതാപിതാക്കളെ നൽകിയതിന്, പിന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി വളരാൻ കഴിഞ്ഞതിൽ, ഒട്ടും അല്ലലറിയിക്കാതെ എന്നെ പഠിപ്പിച്ചതിന്, പിന്നെ ഈ നാട്ടിലെ അങ്ങാടി വയലിലെ ഓരോ മനുഷ്യരുടെയും സ്നേഹലാളനത്തിന്, പിന്നെ കുടുംബാംഗത്തെ പോലെ കൂടെ നടത്തിയ എൻ്റെ അധ്യാപകന്, പിന്നെ ഏറ്റവും വലുത് ഈ അച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നങ്ങളുടെ കൂടെ നടക്കാൻ കഴിഞ്ഞതിന്. സത്യം പറഞ്ഞാൽ ഈ സന്തോഷം ഒരുപാട് വീർപ്പുമുട്ടിക്കുന്നുണ്ട്. പവിത്ര പറഞ്ഞത് കേട്ടല്ലോ, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ മോള് വലിയവളാ. ഈ ജന്മത്തില് ഞങ്ങൾക്ക് ഇനി എന്താ നേടാനുള്ളത്? ഞങ്ങളുടെ മോള് ഈ നാടിന്റെ ഓമനയായില്ലേ? ഞങ്ങൾക്ക് ഇന്നേറെ സന്തോഷമുള്ള ദിവസം. ഇനി എന്താണ് ഭാവി തീരുമാനങ്ങൾ? ഇനിയും പഠിക്കണമെന്നുണ്ട്. കടപ്പാടുകൾ വാക്കുകൾക്ക് അതീതമല്ല എന്നെനിക്കറിയാം. തുടർന്ന് പഠിക്കണം. പിന്നെ IAS എടുക്കണം. പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ നാടിനെ സേവിക്കണം. ഇനി എന്താ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? പഠിപ്പൊക്കെ മതി. പറ്റിയൊരു ബന്ധം നോക്കി എത്രയും പെട്ടെന്ന് കല്യാണം ഉറപ്പിക്കണം. കല്യാണോ? അതിപ്പോ വേണോ? ഇനിയും സമയമില്ലേ? ഇല്ല, ഞങ്ങളുടെ കാലശേഷമല്ല, ഞങ്ങൾക്ക് കാണണം ഇവിടെ കുടുംബജീവിതം. ആ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇത്രയും മിടിക്കായ ഒരു കുട്ടി വെറും കുടുംബിനിയായി കഴിയേണ്ടവളാണോ? തുടർന്ന് പഠിക്കണമെന്നാ പവിത്രയുടെ മോഹം. മാഷേ, തീരുമാനം എൻ്റേതാ. പഠിച്ചത് മതി. ജോലിക്ക് പോയി ജീവിക്കേണ്ട അവസ്ഥ ഇപ്പം ഇല്ല. ഈ കാണുന്നതൊക്കെ ഇവക്കുള്ളതാ. ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പഠിക്കട്ടെ ആശാനെ. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. IAS ചേരണം, പഠിക്കണം. അത് ഞാൻ തീരുമാനിച്ചോളാം. നീ അകത്ത് പോ. കൊച്ചിനാകെ സങ്കടായി. എന്താ പെട്ടെന്ന് ഇങ്ങനെ? എന്താ? എന്തിനാ ദേവു കരയുന്നേ? മോൾ ഉറങ്ങിയിട്ടില്ല. കരഞ്ഞ് അത്താഴം കഴിച്ചിട്ടില്ല. അവളല്ലാതെ വേറെ ആരാ നമുക്ക്? ആശിച്ചതല്ലേ അവള് പഠിച്ചോട്ടെ. ഇടി, നീ ഓർക്കുന്നില്ലേ നമ്മുടെ പരമുവിന്റെ മോൾ കവിതയെ? ഞങ്ങൾക്കിനി വേറെ ആരാ ഉള്ളത്? ഞങ്ങളിതെങ്ങനെ സഹിക്കും എന്റെ പൊന്നുമോളെ? എന്താ ചെയ്യാ, പരീക്ഷയ്ക്ക് 3 മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തു. കഷ്ടം. ഇപ്പോഴത്തെ കുട്ടികളെ കാര്യമൊന്നും പറയാൻ പറ്റില്ല.
മോള് പഠിക്കണമെന്ന് പറയുമ്പോൾ പേടിയാവുകയാണ്. അതും കേട്ടുകേൾവി മാത്രമുള്ള നാട്ടിൽ പോയിട്ട്. പോയിട്ട് ഓടിച്ചെന്നാ കിട്ടുന്നതാണോ IAS? ആഗ്രഹിച്ചതുപോലെ നടന്നില്ലെങ്കിൽ എനിക്കത് ചിന്തിക്കാനേ വയ്യ. പഠിക്കണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ ചങ്ക് പൊട്ടുന്നുണ്ട് ദേവു. നമ്മുടെ മോള് വെറുതെ ചിന്തിച്ച് മനസ്സ് കലക്കണ്ട. നിരാശപ്പെട്ട് കടുങ്കൈ ചെയ്യുന്നൊരു മണ്ടിയല്ല നമ്മുടെ പവി. നമ്മുടെ കുട്ടിക്ക് നല്ല തൻ്റെടുണ്ട്. നേടുന്ന് പറഞ്ഞ അവള് നേടും. ഡോ വാസുദേവ ഇവിടെ വാ. അടുത്ത കൃഷി നീ ഇറക്കില്ല വാസുദേവ. വെറുതെ എന്തിനാ തടി കേടാക്കുന്നത്? ഒരു 2 പ്രാവശ്യം കൂടി കൃഷി ഇറക്കിയില്ലെങ്കിൽ തൂങ്ങി ചാവ് നിവൃത്തിയുള്ളൂ. ചാവാനല്ലേ? അത് നീ കൃഷി ഇറക്കിയില്ലെങ്കിലും അത് നടക്കും. ഞാൻ കൂടി പറഞ്ഞിട്ടാ മുതലാളി പണം തന്നത്. കമ്മീഷൻ പോട്ടെ, അയാളുടെ പണം ഇല്ലെങ്കിലും പലിശയെങ്കിലും കൊടുത്തൂടെ? ഞാൻ പറഞ്ഞല്ലേ വക്കീലെ, ഒരു തവണ വെള്ളപ്പൊക്കത്തിൽ ചീഞ്ഞു, പിന്നെ വേനലിൽ കരിഞ്ഞു. ഞാൻ ആരോട് പറയാനാ? നീ എന്നോട് പറയണം. ഇടനിലക്കാരനാണെങ്കിലും ഞാൻ അങ്ങേരുടെ ആളാ, കുടുംബ വക്കീലും. അത് നീ മറക്കാൻ പാടില്ലായിരുന്നു. ദയ, അത് ആണ്ടാൾ മുരുകന്റെ അടുത്ത് നടക്കില്ല. പിന്നെ ഞാനിപ്പോ വന്നത്, നിനക്ക് ജപ്തി നോട്ടീസ് കിട്ടും. നിന്റെ വീടും പുരയിടവും വാങ്ങാൻ മുതലാളിക്ക് പ്ലാനുണ്ട്. നീ ആയിട്ട് തടസ്സം നിൽക്കരുത്. ചട്ടിയും കലോടുത്ത് ഒഴിയ. കേസ് അതോടെ തീരും. ചതിക്കരുത്. ഒന്നാമതേ, നിങ്ങളെപ്പോലുള്ള ദരിദ്രവാസികളെ മക്കളെ പഠിപ്പിക്കരുത്. കടം വാങ്ങി ചികിത്സിക്കരുത്. നീ ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ മക്കളും ഉണ്ടാവില്ല, നീയും ഉണ്ടാവില്ല. അയാൾ നിന്റെ ഭാര്യയുടെ സൂക്കട് മാറ്റും. അത് പറയാൻ മുതലാളി വിട്ടതാ. രക്ഷിക്കണം, വക്കീല് പറഞ്ഞ കേക്കും. കൈവിടലും എണീക്കണം. ഈ വക കോപ്രായങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട. ഒഴിപ്പിക്കാൻ മുന്നിൽ ഞാനുണ്ടാവും. വാസുവേട്ടാ, എന്തിനാളുടെ കാല് പിടിക്കണേ? നമ്മളാരാണാവോ? ജില്ലാ കളക്ടറൊന്നും അല്ലല്ലോ. ഇത് ലെവല് വേറെയാ. ഒരു പാവം മനുഷ്യൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടും തനിക്കൊന്നൊരു ദയവില്ലല്ലേ വക്കീലെ? ചോദ്യം ചെയ്യലും ഞെട്ടിക്കലും ഒക്കെ വീട്ടിലും കോടതിയിലും മതി. ഈ മനുഷ്യൻ രാപ്പകല് വേർപ്പൊഴുക്കണ മണ്ണാ അത്. മോള് കേമിയാണല്ല. എന്നെ ചോദ്യം ചെയ്യാനായോ? നീ ആ വേലുവിന്റെ വളർത്തുമോളല്ലേ, ഭ്രാന്തിയുടെ മോള്? അതെ, മോള് മേല് മണ്ണാവാതെ പോകാൻ നോക്ക്. വാസുവേട്ടാ, എന്താ കാര്യം? ഞാൻ എൻ്റെ വയലും വീടും പണയം വെച്ചിട്ട് കാശ് വാങ്ങിയതാ. ഇപ്പൊ ജപ്തി ചെയ്യുന്നാ പറയണേ. ഓ, അങ്ങനെയുള്ള കാര്യല്ലേ? ഏത് ബാങ്കിന്നാ കടെടുത്ത്? ബാങ്കിൽ നിന്നൊന്നും അല്ല മോളെ, ആണ്ടാൾ മുരുകന്റെ കയ്യിൽ നിന്നാ. ഈ വക്കീല് പറഞ്ഞിട്ടാ 11% പലിശ. കാശിന് ആവശ്യം വരുമ്പോ കരഞ്ഞ് കാല് പിടിക്കും. വാങ്ങിയ പണം തിരിച്ചു ചോദിക്കുമ്പോ ന്യായ പ്രമാണങ്ങൾ. വാസു, നീ ഇതിന് അനുഭവിക്കും. ആണ്ടാൾ മുഴുവൻ കൃഷിക്കാർക്ക് കാശ് കടം കൊടുക്കാറില്ല. ഞാൻ പറഞ്ഞിട്ടാ കൊടുത്തത്. തനിക്കിപ്പോ കൃഷിക്കാരെന്ന് കേൾക്കുമ്പോ പുച്ഛല്ലേ? എടോ, ഈ പറയുന്ന ആണ്ടാൾ മുരുകനും മഹാന്മാരൊക്കെ വട്ടമേശയ്ക്ക് ചുറ്റുവരുന്ന് വാരി വലിച്ച് തിന്ന് കൊഴുക്കുന്നതേ ഈ പറഞ്ഞ പാവം കർഷകർ ചോര നീരാക്കിയിട്ടാ. അവരോടാ ലോകം നീതി കാണിക്കേണ്ടത്. നിയമം വക്കീലിന്റെ കുത്തകയൊന്നുമല്ലല്ലോ. ഇങ്ങനെയുള്ളവർക്കും സംസാരിക്കാൻ ആൾക്കാർ വേണ്ടേ? ബ്ലേഡുകാരനെ കടം വാങ്ങിയെന്ന് പറഞ്ഞ് കുടിയിറക്കാൻ ഏത് കോടതി ഉത്തരവിടുന്നത്? ഇവർക്കും കിട്ടും അന്തസ്സുള്ള വക്കീലന്മാരെ. വാസുവേട്ടൻ പേടിക്കണ്ട, ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. പോട്ടെ.
ഹോൾ ടിക്കറ്റ്. എനിക്കറിയായിരുന്നു ഇത് വരുമെന്ന്. അച്ഛൻ എവിടെ അമ്മ? അതെ, നമുക്ക് സാറിനെ കാണാൻ പോണട്ടോ. അമ്മ കൂടെ വരണം. ഞാൻ ഇതൊന്ന് വിരിച്ചിട്ടോട്ടെ. ഈ പെണ്ണിന്റെ ഒരു തുള്ളിച്ചാടല്. ഹോ, കെട്ടിക്കാറായി. ഇപ്പോഴിള്ള കുട്ടിയെന്ന വിചാരം. പ്രിലിമിനറി എക്സാം ഒന്ന് കിടക്കണം, അതാ ഒരു പേടി. നിനക്കോ പേടി? നീ അത് നേടും, ഞാൻ കുറപ്പാ. IAS അവൻ ജനിച്ചവളാ നീ. നിന്റെ നവ് പൊന്നാവട്ടെ. നീ വലിയ കളക്ടറായ പിന്നെ ഞങ്ങളൊക്കെ മറക്കൂലേ? ഞാൻ എന്തായാലും എവിടെ പോയാലും എന്റെ മനസ്സ് ഫുള്ളി ഗ്രാമത്തിലാവും. ഏതാടാ ഈ ഐറ്റം? ഇങ്ങനെയൊരു മുതൽ അങ്ങാടി വയില്ല. അതാ വേലുവാച്ചൻ്റെ വളർത്തുമകളാ പവിത്ര. അപ്പം അതാണ് ചരക്ക്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കുട്ടീരെ വഴി തടയാൻ നിൽക്കണ്ട, അത് ആശാന്റെ മോള. അയാൾ ഒതേനെക്കുറിപ്പൊന്നും അല്ലല്ലോ, പണ്ടത്തെ ചെറിയൊരു അഭ്യാസം. ഞാനൊന്ന് തടയാൻ പോവാ. അത് ആണ്ടാൾ മുരുകന്റെ അനിയനാ, വലിയ ഗുണ്ടയാ. ഓ, തമ്പ്രാട്ടിയും തോഴിമാരും തൊഴാനിറങ്ങിയതായിരിക്കും. അടിയനൽപ്പം പ്രസാദം കിട്ടുമെന്നറിയാൻ കാത്തു നിന്നതാണേ. പിന്നെ ഇവിടുന്ന് കനിഞ്ഞു വല്ലതും തന്നാ വാങ്ങാനും തയ്യാറാണേ. ഓ ആവാലോ. അല്ല, എന്താ വേണ്ടേ? ഓ, വെറുതെ ഒരു മോഹം. ഈ ധാവണിയും മുഖസൗന്ദര്യവും ചന്ദനക്കുറിയും. ഓ, എൻ്റെ അമ്മച്ചിയേ. കണ്ടോടാ, മൂക്ക് ചുവക്കുന്നുണ്ട്, ദേഹം വിറയ്ക്കുന്നുണ്ട്. ആകെ ഒരു ഉണ്ണിയാർച്ച സെറ്റപ്പ്. ഇത് പിടിക്കും. ഒരു മിനിറ്റ്. തനിക്ക് സംശയമുണ്ടോ? കാണണോ? വേണം, ശരിക്കും കാണണം. ആദ്യ അഭ്യാസം, പിന്നെ ഈ മേനി അഴകും. ഓഹോ, മാറ. Da da